ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ ഇതുവരെ ചെയ്തു പോയ സർവ്വ തെറ്റുകുറ്റങ്ങൾ അത്യുദാരനായ പടച്ച റബ്ബ് അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് മാപ്പ് തന്ന് മഗ്ഫിറത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകളിൽ നിന്നകന്ന് ഒരു യഥാർത്ഥ മുഅ്മിനായി മുത്തഖിയായി ജീവിച്ച് അവസാനം പരിശുദ്ധമായ കലിമ ചൊല്ലി ഈ ലോകത്ത് നിന്ന് ഈമാൻ സലാമത്തായി വിട പറയുന്ന സൗഭാഗ്യവാന്മാരിൽ പടച്ച റബ്ബ് നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ഉസ്താദുമാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയവർ, കാരണവന്മാർ, തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിനുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ മാതാക്കൾ, പിതാക്കൾ, കാരണവന്മാർ അടക്കമുള്ള മുഴുവൻ ഖബറാളികൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പടച്ചവൻ ഓരോരുത്തരുടെയും ഖബറുകൾ സ്വർഗീയ വെളിച്ചം നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ ഫിർദൗസുൽ അലയിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസമാണ് ജുമയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സമയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന സമയങ്ങൾ അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ജീവിതത്തിൽ കൊഴിഞ്ഞു പോകുന്ന അത് മിനിറ്റുകളോ മണിക്കൂറുകളോ ദിവസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ എന്തുമാകട്ടെ, അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല. അത്ര അമൂല്യമാണ്. ദുനിയാവിലുള്ള മറ്റെന്തും നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നതാണ്. ഒരു പരീക്ഷയിൽ നമുക്ക് പരാജയം സംഭവിച്ചാൽ അടുത്തൊരവസരത്തിൽ നമുക്ക് വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിച്ചേക്കും. ഒരു കച്ചവടം നഷ്ടത്തിലായാൽ അടുത്ത കച്ചവടത്തിൽ നമുക്ക് ആ വിടവും ആ നഷ്ടവും നികത്താൻ സാധിക്കും. ഒരു തൊഴിൽ നഷ്ടമായാൽ അതും നമുക്ക് തിരിച്ചു പിടിക്കാം. നമ്മുടെ സ്ഥാനവും പദവിയും ഒക്കെ നഷ്ടപ്പെട്ടാലും അടുത്ത അവസരത്തിൽ നമുക്കതൊക്കെ തിരിച്ചു പിടിക്കാൻ സാധിച്ചേക്കും. പക്ഷേ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന സമയങ്ങൾ അത് ഇലാ യൗമിൽ ഖിയാമ അത് തിരിച്ചു പിടിക്കാൻ സാധിക്കാത്തതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ലൈസ മിൻ യൗമിൻ യഅതി അല ഇബ്നി ആദമ ഇല്ലാ യുനാദി ഫീഹി. ഓരോ ദിവസവും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ പകൽ നമ്മോട്, മനുഷ്യനോട് വിളിച്ചു പറയുന്നുണ്ട്, യബ്ന ആദം അന ഖൽഖുൻ ജദീദുൻ. എടാ മനുഷ്യ, ഞാൻ പുതിയൊരു സൃഷ്ടിയാണ്. ഇന്നലെ നീ കണ്ട ദിവസമല്ല ഇന്നത്തെ ഞാൻ. ഇന്നലെ നീ ജീവിച്ച ഇന്നലെയല്ല ഇന്നത്തെ ഞാൻ. ഞാൻ അല്ലാഹുവിൻ്റെ പുതിയൊരു സൃഷ്ടിയാണ്. അതുകൊണ്ട് ഫഅമൽ ഫിയ ഖൈറൻ, എന്നിൽ നീ ധാരാളം നന്മകൾ ചെയ്തു കൊള്ളണം. ഇന്നത്തെ ദിവസം, ഈ പകലിൽ നീ ധാരാളം നന്മകൾ ചെയ്തു കൊള്ളണം. ഉശ്ഹിദു ലക ബിഹി ഗദാ, എന്നിൽ ഇന്ന് നീ ചെയ്യുന്ന നന്മകൾക്കെല്ലാം നിനക്ക് വേണ്ടി നാളെ ഞാൻ സാക്ഷി പറയും. ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, നിനക്ക് വേണ്ടി നാളെ ഞാൻ സാക്ഷി പറയുന്നതാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ. ഫഇന്നീ ലൗ മളൈതു
ഞാൻ ഇന്ന് കഴിഞ്ഞ് കടന്നുപോയാലോ? ഇന്ന് ഞാൻ കഴിഞ്ഞ് കടന്നുപോയാൽ ലം തറനി അബദ, പിന്നെ ഒരിക്കലും നിനക്കെന്നെ കണ്ടെത്താൻ സാധ്യമല്ല. ഇന്നത്തെ പകലാകുന്ന ഞാൻ മഗ്രിബോടുകൂടെ നിന്നിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ ലം തറനി അബദ, പിന്നെ ഒരിക്കലും നിനക്ക് എന്നെ കണ്ടെത്താൻ സാധ്യമല്ല. അങ്ങനെ ഓരോ ദിവസവും കടന്നു വരുമ്പോ പകൽ മനുഷ്യനോട് നമ്മോട് പറയുന്നുണ്ട്, വയഖൂലു ലൈലു മിസ്ല ദാലിക്, രാത്രിയും അങ്ങനെ തന്നെ പറയുന്നുണ്ട് എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നമ്മളിപ്പോ ജുമയ്ക്ക് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയം, ഈ സമയം അങ്ങ് കടന്നുപോയാൽ ഇലാ യൗമിൽ ഖിയാമ, പിന്നെ ആ സമയം മടങ്ങി വരില്ല. അടുത്ത ജുമുഅ അത് വേറെ സമയമാണ്. അത് അള്ളാഹുവിന്റെ വേറെ സൃഷ്ടിയാണ്, പടച്ചവന്റെ വേറെ സൃഷ്ടിയാണത്. സമയത്തിന്റെ വില വളരെ വലുതാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പലയിടങ്ങളിലൂടെ സമയത്തെ കൊണ്ട് സത്യം ചെയ്യുന്നുണ്ട്. വൽ അസ്ർ, സമയത്തെ തന്നെ സത്യം, കാലം തന്നെ സത്യം. വസ്സുബ്ഹ്, സുബ്ഹ് തന്നെ സത്യം. വൽ ഫജ്ർ, ഫജ്റിന്റെ സമയം. വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെ സത്യം. വല്ലുഹാ, ലുഹായുടെ സമയത്തെ തന്നെ സത്യം. വല്ലൈൽ, രാത്രിയെ തന്നെ. പരിശുദ്ധ ഖുർആനിൽ പല ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമയത്തെ, ചില പ്രത്യേകമായ സമയങ്ങളെ ഒക്കെ സത്യത്തിന് വേണ്ടി ഉപയോഗിച്ചത് അത് സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കി തരാനാണെന്നാണ്. അമൂല്യമാണ്, നഷ്ടപ്പെട്ടാൽ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഈ ദുന്യാവിലെ ഏറ്റവും വിലപിടിപ്പുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹം അത് സമയമാണ്. അതുകൊണ്ട് സമയം നഷ്ടമാണ് മനുഷ്യന്റെ ദുന്യാവിലെ ഏറ്റവും വലിയ നഷ്ടമെന്നാണ്. അതിനേക്കാളും വലിയൊരു നഷ്ടമില്ല. സമയനഷ്ടത്തെക്കാൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന സമയം, അതിനേക്കാളും വലിയ നഷ്ടം ഈ ദുന്യാവിൽ ഒരു മുസ്ലിമിന് ഇല്ല എന്നാണ്. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊനി ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് മരണത്തിന്റെ മലക്ക് കടന്നു വരുമ്പോ, റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വരുമ്പോ, ഖാല റബ്ബിർജിഊനി, എന്നെ ഒന്ന് മടക്കുമോ? ആ മനുഷ്യൻ ചോദിക്കും, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഇതുവരെ എന്റെ ജീവിതത്തിൽ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ധാരാളം സമയങ്ങളുണ്ട്, അതെനിക്ക് ബോധ്യം വന്നത് ഇപ്പോഴാണ്. ആ നഷ്ടപ്പെടുത്തിയ സമയങ്ങൾക്കെല്ലാം പകരം ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം, എന്നെ ഒന്ന് അല്പം കൂടി താമസിപ്പിക്കുമോ എന്ന് മരണത്തിന്റെ മലക്കിനോട് മനുഷ്യൻ ചോദിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. മനുഷ്യന്റെ തുടക്കം മുതൽ, പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ തുടക്കം മുതൽ മരിക്കാൻ പോകുന്ന മനുഷ്യന്മാരുടെ വായിൽ നിന്ന് കേട്ട് 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 തഴമ്പിച്ചു പോയ വർത്താനാണ് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം. അത് അതുകൊണ്ട് ഒരു പരിഗണനയില്ല, ഒരളവുണ്ടാകൂല എന്നാണ്. നഷ്ടപ്പെട്ടു പോയ സമയം നമുക്കറിയാവുന്നതാണ്. മരണസമയം ഒന്ന് വീണ്ടെടുക്കാനുള്ള അവസരം എനിക്ക് തരുമോ എന്ന് ചോദിക്കും. അതുപോലെ റബ്ബന അഖ്രിജ്നാ നഅമൽ സാലിഹാ, നരകത്തിലെത്തുമ്പോഴും അങ്ങനെ തന്നെ, നരകത്തിൽ കിടക്കുമ്പോഴും റബ്ബന അഖ്രിജ്നാ നഅമൽ സാലിഹാ, ഒന്ന് പുറത്തു കടത്തുവോ നരകത്തിൽ നിന്ന് ചോദിക്കുന്നതാണ്. അല്ലാഹു നരകത്തിൽ നിന്ന് നമ്മെ കാക്കട്ടെ. ഒന്ന് പുറത്ത് കടക്കാനുള്ള ഒരു അവസരം തരുമോ? നഅമൽ സാലിഹ, ചെയ്തു കൊള്ളാം അല്ലാ. നഷ്ടങ്ങളൊക്കെ ബോധ്യം വന്നിട്ടുണ്ട്.
ദുനിയാവിൽ ജീവിച്ചപ്പോൾ നഷ്ടപ്പെടുത്തിയ സമയങ്ങളെപ്പറ്റി കൃത്യമായിട്ട് തിരിച്ചറിവുണ്ടായിട്ടുണ്ട് അല്ലാഹ്. അതുകൊണ്ട് നഅമൽ സാലിഹ, ചെയ്തുകൊള്ളാം, നന്മകളൊക്കെ ചെയ്തുകൊള്ളാം. ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് മനുഷ്യൻ ചോദിക്കുന്നതാണ്. നരകത്തിൽ മാത്രമല്ല എന്നാണ്, സ്വർഗത്തിലും സങ്കടങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, സന്തോഷം മാത്രമുള്ള സ്വർഗത്തിലും സ്വർഗവാസികളായ മനുഷ്യൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഖേദിക്കുന്നുണ്ടെങ്കിൽ അത് ചില സമയങ്ങളെ ഓർത്ത് മാത്രമാണ്. ഖാല റസൂലുള്ളാഹ്. സ്വർഗം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ ഗേഹാണല്ലോ. അവിടെ സങ്കടമില്ല, ഖേദമില്ല, ഒന്നുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്വർഗത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ ഖേദിക്കുന്നുണ്ടെങ്കിൽ അത് ചില സമയം, ദുനിയാവിലെ ചില സമയങ്ങൾ ഓർത്താണ്. ലൈസ യതഹസ്സറു അഹ്ലുൽ ജന്ന അലാ ശൈഇൻ ഇല്ലാ അലാ സാഅത്തിൻ മറത് ബിഹിം ലം യദ്കുറുല്ലാഹ അസ്സ വജല്ല ഫീഹാ. സ്വർഗത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്വർഗവാസികൾ ഖേദിക്കുന്നുവെങ്കിൽ അത് ഇല്ലാ അലാ സാഅത്തിൻ മറത് ബിഹിം ലം യദ്കുറുല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കാതെ ദുനിയാവിൽ കഴിഞ്ഞുപോയ സമയങ്ങളെ ഓർത്തുകൊണ്ട് മാത്രമാണ്. സ്വർഗവാസികളുടെ അവസ്ഥയാണ്. ഇല്ലാ അലാ സാഅത്തിൻ മറത് ബിഹിം ലം യദ്കുറുല്ലാഹ്. ദുനിയാവിൽ ജീവിച്ചപ്പോൾ അല്ലാഹുവിനെ ഓർക്കാതെ, ദിക്റ് ചൊല്ലാതെ കഴിഞ്ഞുപോയ ഏതെങ്കിലും സമയമുണ്ടെങ്കിൽ ആ സമയത്തെ ഓർത്താൻ അവര് സ്വർഗത്തിലാണ്, സ്വർഗത്തിന്റെ സന്തോഷത്തിലാണ് അവര്. എന്നാലും ദുനിയാവില് ജീവിച്ച ആ സമയത്ത്, ആ സമയങ്ങൾ കൂടി എനിക്ക് ഇബാദത്തിലായിട്ട് കഴിഞ്ഞുകൂടാമായിരുന്നു, അത് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത് വല്ലാത്ത നഷ്ടമായി പോയല്ലോ എന്നോർത്ത് സ്വർഗവാസികൾ പോലും സ്വർഗത്തിൽ ഖേദിക്കും എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2024 കഴിഞ്ഞിട്ട് 2025 നമ്മൾ കടക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ചില ചിന്തകൾ കടന്നു വരണം. ആയുസ് ഇങ്ങനെ കൂടിക്കൂടി പോകുകയാണ്. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ അത് നമ്മിൽ നിന്ന് ഓടിയകലാണ്. അത് നമ്മിൽ നിന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞതുപോലെ ഓടിയകലുകയാണ്. സാവധാനത്തിലല്ല, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ്. ഒരു വർഷം കടന്നു പോകുന്നത് ഒരു മാസം പോലെ, ഒരു മാസം ഒരാഴ്ച, ഒരാഴ്ച ഒരു ദിവസം, ഒരു ദിവസം കടന്നു പോകുന്നത് ഒരു മണിക്കൂർ പോലെ. ഒരു മണിക്കൂർ കടന്നു പോകുന്നത് ഒരു തീപ്പൊരി പോലെ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പാണ്. അവസാന കാലം ഒരു മണിക്കൂർ കണ്ണടച്ച് തുറക്കണേന് പോവാണ്. ദിവസങ്ങളും അങ്ങനെ, ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും. ഇങ്ങനെ സമയത്തിന് സ്പീഡ് കൂടുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമായി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷം കടന്നു പോകുമ്പോൾ, പുതിയൊരു വർഷത്തിലേക്ക് നമ്മളെങ്ങനെ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില ആത്മവിചിന്തനങ്ങൾ, കഴിഞ്ഞുപോയ സമയങ്ങളെ പറ്റിയുള്ള ആത്മപരിശോധന എപ്പോഴും നമ്മൾ അറിയുകയും പറയുകയും ചെയ്യും പോലെ ചില വിചിന്തനങ്ങൾ, കടന്നുപോയ സമയങ്ങളെപ്പറ്റി അതിനനുസരിച്ചുള്ള ചില തിരുത്തലുകൾ, അത് അനിവാര്യമായ സമയമാണ്. റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. നിങ്ങളുടെ ശരീരങ്ങളെ വിചാരണ ചെയ്യണം. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ്, നാളെ മഹ്ശറിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ വിചാരണ ചെയ്യണം. വസിനൂ, നിങ്ങളുടെ നന്മകൾ നിങ്ങൾ തൂക്കി നോക്കണം. ഖബ്ല അൻ തൂസനൂ, നിങ്ങൾ തൂക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ നന്മകൾ നാളെ മഹ്ശറിൽ മീസാൻ എന്ന ത്രാസിൽ അല്ലാഹു തൂക്കി നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ തൂക്കി നോക്കണം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ആത്മവിചിന്തനത്തെക്കാൾ, വിചാരണയേക്കാൾ വലിയൊരു തിരുത്തലില്ല എന്നാണ്.
അതിനേക്കാളും വലിയൊരു തിരുത്തലില്ല. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാന യബ്കി കഥീറാ, ധാരാളമായിട്ട് കരയുന്ന സഹാബിയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. ധാരാളമായിട്ട് കരയും. റളിയല്ലാഹു തആല അൻഹു സൂറത്തു തൂറിലെ 7-ാമത്തെ ആയത്ത്, ഇന്ന അദാബ റബ്ബിക ലവാഖിഉ, തീർച്ചയായും അങ്ങയുടെ റബ്ബിന്റെ അദാബ്, ശിക്ഷ, അത് സംഭവിക്കുന്നത് തന്നെയാണ് എന്നർത്ഥം വരുന്ന ആയത്ത് പാരായണം ചെയ്തപ്പോ ഫബക്കാ, കരഞ്ഞുപോയി മൃതങ്ങള്. ഇവരൊക്കെ അള്ളാന്റെ റസൂലിന്റെ തിരുനാവിൽ നിന്ന് നീ സ്വർഗത്തിലാണ് അബൂബക്കറെ ഉമറെ എന്ന് വാഗ്ദാനം ലഭിച്ച സഹാബിമാരാണ്. ഇന്ന അദാബ റബ്ബിക ലവാഖിഉ, അങ്ങയുടെ റബ്ബിന്റെ അദാബ് അത് സംഭവിക്കുന്നത് തന്നെയാണ് എന്നർത്ഥം വരുന്ന ആയത്തോതിയപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ഫബക്കാ, കരഞ്ഞുപോയി. വസ്തദ്ദ ബുകാഉ, കരച്ചിൽ ശക്തമായി. ഫമരിള, രോഗിയായിട്ട് കിടന്നുപോയി. വആദൂ, മറ്റു സഹാബത്ത് എന്താണ് സംഭവിച്ചതെന്നറിയാൻ മൃതങ്ങളെ രോഗസന്ദർശനം നടത്തുന്ന അവസ്ഥ ഉണ്ടായി. വേറൊന്നുമില്ല, വേറെ അസുഖങ്ങൾ പിടിപെട്ടതല്ല. അള്ളാഹുവിന്റെ അദാബ് അത് സത്യമാണ്, അത് സംഭവിക്കാനുള്ളതാണ്. അർത്ഥം വരുന്ന സൂറത്തു തൂറിലെ ആയത്തോതിയിട്ട് കരഞ്ഞ് 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 ബോധം നഷ്ടപ്പെട്ട് രോഗിയായി. വഅദൂ, മറ്റു സഹാബത്ത് പോയി രോഗസന്ദർശനം നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് പറയുമ്പോ നമ്മളൊക്കെ പരിശോധിക്കണ്ടേ? നമ്മുടെയൊക്കെ ജീവിതം 1 വർഷം കടന്നുപോയി, എന്റെയും നിങ്ങളുടെയും. നമ്മുടെ ഇബാദത്ത് നമ്മൾ പരിശോധിക്കണം, നമ്മുടെ കുടുംബ ജീവിതം പരിശോധിക്കണം, ദാമ്പത്യ ജീവിതം പരിശോധിക്കണം, കച്ചവട മേഖലകൾ, സാമൂഹിക ബന്ധങ്ങൾ എല്ലാം നമ്മൾ പരിശോധിക്കണം. തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ തിരുത്തൽ വരുത്താൻ തയ്യാറാകണം. കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത്, ലാ യറൗന മിനൽ അഅമാലി ശൈഅൻ തർക്കുഹു കുഫ്റുൻ, ഏതെങ്കിലും ഒരു ഇബാദത്ത് അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുന്ന വ്യക്തി കാഫിറായി പോകുമെന്ന് അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് വിശ്വസിച്ചിരുന്ന ഏക ഇബാദത്ത് ഇല്ല സ്വലാ, അത് നിസ്കാരം മാത്രമാണ്. നോമ്പ് ഉപേക്ഷിച്ചാൽ കാഫിറാകുന്ന സഹാബത്തിന് വിശ്വാസമില്ല. ഹജ്ജ് ചെയ്യാതിരുന്നാൽ, സക്കാത്ത് കൊടുക്കാതിരുന്നാലും ഇസ്ലാമീന്ന് പുറത്തു പോകുന്ന സഹാബത്തിന് വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഒരു നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ ദീനിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് മനസ്സിലാക്കിയിരുന്നത്. ജുമാ നിസ്കാരം ഉപേക്ഷിക്കുന്നതിനെ പറ്റി മാത്രമല്ല, ദിവസം 5 വഖത്ത് നിസ്കാരം, ദിവസം 5 നേരത്തെ നിസ്കാരം, സുബഹ് നിസ്കാരം ഉൾപ്പെടെ അത് ഉപേക്ഷിച്ച ദീനീന്ന് പുറത്ത്. സഹാബത്ത് അങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നതെന്ന് ഞാൻ പരിശോധിക്കുക, നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ എങ്ങനെയായിരുന്നു? ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലിക്കൊണ്ട് ഇരുന്നു കൊണ്ട് വലത് കൈ കൊണ്ട് കഴിക്കൽ, അതാണ് മുസ്ലിമിന്റെ അദബും മുസ്ലിമിന്റെ അടയാളവും. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലി വലത് കൈ കൊണ്ട് ഇരുന്നു കൊണ്ട് കഴിക്കുക, അതാണ് മുസ്ലിമിന്റെ അടയാളം, അലാമത്ത് അതാണ്. ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോ നമ്മളിൽപ്പെട്ട ആരെങ്കിലും ബിസ്മി ചൊല്ലാതെയാണോ കഴിക്കുന്നത്? ഇടത് കൈ കൊണ്ടാണോ? നിന്നുകൊണ്ടാണോ? എങ്കിൽ നമ്മളും മറ്റുള്ളവരും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? നമ്മളും മറ്റുള്ളവരും തമ്മിൽ എന്ത് വ്യത്യാസം? മുസ്ലിമിന്റെ രീതി എന്താണ്? ബിസ്മി ചൊല്ലി കഴിക്കണം. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അൽഹംദുലില്ലാ പറയണം. വലത് കൈ കൊണ്ട് കഴിക്കണം, ഇരുന്നു കൊണ്ട് കഴിക്കണം. ഇതിലേതെങ്കിലും ഒരു അദബിൽ നമ്മൾ മാറ്റം, നിന്നുകൊണ്ട് കഴിക്കുകയാണ്, കുടിക്കുകയാണ് എങ്കിൽ നമ്മളും അവരും തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസമുള്ളത്? വാഹനത്തിൽ കയറുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വേണം നമ്മൾ വാഹനത്തിൽ കയറാൻ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ആ ദിക്ർ ചൊല്ലണം, അള്ളാഹനെ ഓർത്തുകൊണ്ട് വേണം നമ്മൾ വാഹനത്തിൽ കയറാൻ.
നമ്മൾ ഇതുവരെ 30 വർഷം 40 50 60 70 വർഷം നമ്മൾ ജീവിച്ചിട്ട് ആ പരിശുദ്ധമായ ദീൻ മുസ്ലിമിന്റെ അടയാളമായി അദബായി പഠിപ്പിച്ചു തരുന്ന ആ ചര്യ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ, ബാത്റൂമിലേക്ക് കയറുമ്പോ വലത് കാല് വെക്കാതെ ഇടത് കാല്, ഇറങ്ങുമ്പോൾ വലത് കാല് ആദ്യം വെക്കാതെ ഇടത് കാല് വച്ചിട്ട് വേണം ഇറങ്ങാൻ. അതബുകളാണ്. കയറുമ്പോൾ സുന്നത്തായ ദിക്റുണ്ട്, ഇറങ്ങുമ്പോഴും ചൊല്ലേണ്ട ദിക്റുണ്ട്. ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളാണ്. ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്ക്. നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ സലാം ചൊല്ലിക്കൊണ്ട് വേണം കടന്നു ചെല്ലാൻ. യകുൻ ബറക്കത്തൻ അലൈക വഅലാ അഹ്ലിക, നിനക്കും നിന്റെ കുടുംബത്തിനും അത് ബറക്കത്താണ്. നിനക്കും നിന്റെ കുടുംബത്തിനും അത് ബറക്കത്താണ്. സലാം ചൊല്ലിക്കൊണ്ട് കടന്നു ചെല്ലണം. 50 വർഷം ജീവിച്ചിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് ശ്രദ്ധിക്കാറുണ്ടോ? മുസ്ലിമല്ലേ ഞാനത് ശ്രദ്ധിക്കണ്ടേ? ദൈനംദിന ജീവിതത്തിൽ മുസ്ലിം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അമലല്ലേ? ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടോ? 2025 കാലുകുത്താൻ പോകുന്ന ഈ സമയത്ത് നമ്മൾ ആലോചിക്കുക. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ദുന്യവിയായ വർത്താനത്തിൽ ഏർപ്പെടൽ മുസ്ലിമിന്റെ സ്വഭാവമല്ല. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ദുന്യവിയായ വർത്താനത്തിൽ ഏർപ്പെടാൻ പാടില്ല ഒരു മുസ്ലിം. നമ്മൾ എന്തെങ്കിലും പറയാണോ, വർത്താനം പറയാണോ, നമ്മൾ അവരും തമ്മിൽ എന്താന്ന് വ്യത്യാസം എന്ന് പറ. ഞാൻ ആലോചിക്കുക, നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. മറ്റുള്ളവര് അവർക്ക് ബാങ്ക് എന്ന് പറഞ്ഞാൽ വർത്താനം പറയാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ല, ഒരു വർത്താനം പറയും. അതുപോലെ നമ്മളും പറയാണോ, എങ്കിലും നമ്മളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ദൈനംദിന ജീവിതത്തിൽ മുസ്ലിം എന്ന നിലക്ക് ശ്രദ്ധിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ ഇത്ര കാലം ജീവിച്ചിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. വാട്സപ്പിൽ കിടന്നുറങ്ങിയിട്ട് ഫേസ്ബുക്കിൽ എഴുന്നേക്കുന്ന തലമുറയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ചെറുപ്പക്കാര് മാത്രമല്ല, കാരണവന്മാര് പോലും അങ്ങനെ ആകുക. കിടക്കാൻ നേരത്ത് ഇങ്ങനെ ഈ മൊബൈൽ നോക്കി കിടക്കും. അവസാനം ഉറക്കം വരും, കിടന്ന് ഉറങ്ങിപ്പോകും. മൊബൈൽ എവിടെയെങ്കിലുമൊക്കെ, ചിലപ്പോൾ നെഞ്ചത്തായിരിക്കും. എഴുന്നേക്കുമ്പോ ഈ സാധനം നോക്കി എഴുന്നേറ്റ ഉടനെ നോക്കുന്നത് ഇത് തന്നെയാണ്. അള്ളാനെ ഓർത്തുകൊണ്ടാണ് കിടന്നുറങ്ങേണ്ടത്. ബിസ്മിക റബ്ബി വലഅതു ജംബി എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലിയിട്ട് വേണം ഫാത്തിഹ ഓതണം. ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ആയത്തുൽ കുർസി. നമുക്കതിൽ ഓതാൻ പറ്റുന്നതൊക്കെ ദിക്റുകളൊക്കെ ചൊല്ലി അള്ളാനെ ഓർത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. എഴുന്നേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വഇലൈൻ നുശൂർ, ഏറ്റവും ചുരുങ്ങിയത് അൽഹംദുലില്ലാഹ്, പടച്ചോനെ നിനക്കാകുന്നു സർവസ്തുതിയും. ഈ നിലക്ക് ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അത് ചെയ്യണമെന്ന് മുസ്ലിമിന്റെ അടയാളം അതാണ്. അപ്പോഴാണ് മുസ്ലിം ആകുന്നത്. വാട്സപ്പിലും ഫേസ്ബുക്കിലും കിടന്നുറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന ആധുനിക കാലഘട്ടത്തിന്റെ രീതി അത് മുസ്ലിമിന്റെ രീതിയല്ല. നമ്മൾ ആലോചിക്കുക, നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ അത്തരം രീതികളിൽ നമ്മുടെ ജീവിതത്തിലുണ്ടോന്ന്. ഒരു 2024 കഴിഞ്ഞിട്ട് 2025 നമ്മൾ കാലെടുത്ത് കുത്തുന്ന ഈ സമയത്ത് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ 20, 30, 40, 50, 60, 70, 80 വർഷം ഈ ദുനിയാവിന്റെ മുകളിൽ മുസ്ലിം എന്ന പേരും വെച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് വേണ്ടതുപോലെ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ, നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ പരിശോധിക്കണം ഈ സമയത്ത്. അത് മാത്രമല്ല, ഇബാദത്തിന്റെ വിഷയം മാത്രമല്ല, നമ്മുടെ കച്ചവടത്തിന്റെ കാര്യങ്ങളിൽ, മറ്റു സാമൂഹിക ബന്ധങ്ങളിൽ, ഇടപെടലുകളിൽ, എല്ലാ വിഷയത്തിലും, ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഞാനൊരു മുസ്ലിമായ ഭർത്താവാണോ, ഒരു യഥാർത്ഥ മുസ്ലിമായ ഒരു പിതാവാണോ ഞാൻ? പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം തിരുത്താൻ, നമ്മുടെ ഭാഗത്ത് നിന്ന് വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുത്ത് തിരുത്താൻ നമ്മൾ തയ്യാറാകേണ്ട, അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട സമയമാണ്. ഏതെങ്കിലും സമയത്തൊക്കെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണ്ടേ? നാളേക്ക് വേണ്ടി നീട്ടിവെക്കാൻ നമുക്ക് പറ്റൂല. കാരണം നാളെ ചിലപ്പോൾ 6 അടി മണ്ണിന്റെ ഉള്ളിലായിരിക്കും പോയി കിടക്കുന്നത്. എത്ര വാർത്തകളാണ്! അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ ഒക്കെ കൂടി വരുന്ന കാലാണ്.
നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ, ഇങ്ങനെ വലിയ വലിയ അപകടങ്ങൾ, അതിങ്ങനെ കേട്ട് 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 കാത് തഴമ്പിച്ചു പോയ അത്തരം വാർത്തകൾ കേൾക്കുമ്പോ പ്രത്യേകിച്ചൊരു വികാരം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോവുകയാണ്. ആ നിലക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച മുമ്പ് ഒരു വാർത്ത കേട്ടതാണ്. 1.5 കോടി രൂപയുള്ള ആഡംബര വാഹനം വാങ്ങിയിട്ട്, കാറ് വാങ്ങിയിട്ട് കുടുംബസമേതം 6 പേർ അതിൽ ആദ്യമായിട്ടൊരു യാത്ര പോയതാണ്. ബാംഗ്ലൂര് വെച്ച് റോഡിന്റെ അപ്പുറ സൈഡിൽ ഡിവൈഡറിനപ്പുറം ഒരു ആക്സിഡന്റ് നടന്നു. ഇവര് ഈ സൈഡിലൂടെയാണ് പോകുന്നത്, ഡിവൈഡറിനപ്പുറം റോഡിനപ്പുറമാണ് ഒരു ആക്സിഡന്റ് നടന്നത്. പക്ഷേ ആ ആക്സിഡന്റിൽപ്പെട്ട വാഹനം, കണ്ടെയ്നർ ലോറി ഡിവൈഡർ തകർത്തിട്ട് ഇവരുടെ കാറിന്റെ മുകളിലേക്ക് വന്ന് വീണു. 6 പേരും തൽക്ഷണം മരണപ്പെട്ടു എന്നാണ്. നമ്മളൊക്കെ ഈ റോഡിലൂടെയല്ല നമ്മളൊക്കെ സഞ്ചരിക്കുന്നത്. ആ വാഹനം ഓടിച്ചവരെന്ത് തെറ്റ് ചെയ്തു? ട്രാഫിക് നിയമങ്ങളിൽ എന്തെങ്കിലും ഒരു പിഴവ് അവർ വരുത്തിയിട്ടുണ്ടോ? ഒന്നുമില്ല. ഇത്തരം റോഡുകളിലൂടെ, തിരക്കുകളിലൂടെ ഒക്കെയാണ് നമ്മളും സഞ്ചരിക്കുന്നത്. എപ്പോ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ പറ്റൂല. അള്ളാഹു അപകട മരണങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും നമ്മെ കാക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വർഷം ഒന്ന് കടന്നുപോയി. 2025 നമ്മൾ കാലെടുത്ത് കുത്തുമ്പോ നമ്മെപ്പറ്റി ഒന്ന് പരിശോധിക്കണം. ഞാൻ എന്നെപ്പറ്റി, എന്റെ വ്യക്തിത്വത്തെപ്പറ്റി, എന്റെ ദൈനംദിന ജീവിതത്തെപ്പറ്റി, എന്റെ നിസ്കാരത്തെപ്പറ്റി, ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളെപ്പറ്റി, ഞാൻ ചെയ്യുന്ന കച്ചവടങ്ങളെപ്പറ്റി, എന്റെ ഭാര്യയുമായിട്ടുള്ള എന്റെ കുടുംബജീവിത, ദാമ്പത്യ ജീവിതത്തെപ്പറ്റി, എല്ലാം ജീവിതത്തിന്റെ സർവ്വ മേഖലകളും നമ്മൾ ആത്മപരിശോധന നടത്തണം, വിചിന്തനം നടത്തണം. കുറവുകളും പോരായ്മകളും ഉള്ളവരാണ് എല്ലാവരും. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, മലക്കുകളൊന്നുമല്ല. പോരായ്മകളില്ലാത്തവരാരുമില്ല. തിരുത്തേണ്ട, ജീവിതത്തിൽ തിരുത്തൽ വരുത്തേണ്ട ആവശ്യമില്ലാത്ത ആരും നമ്മുടെ കൂട്ടത്തിലില്ല. നമ്മൾ മനുഷ്യരായതുകൊണ്ട്. അതുകൊണ്ട് ആ പോരായ്മകളെല്ലാം തിരുത്താനുള്ള ഒരു തീരുമാനം നമ്മുടെ ഭാഗത്ത് നിന്ന്, എന്റെ ഭാഗത്ത് നിന്ന്, നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്ന് ഈ സമയത്ത് ആശംസിച്ചുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു.